കീരമ്പാറ പിണ്ടിമന വില്ലേജിലൂടെ പോകുന്ന മെയിൻ കനാൽ ബണ്ട് റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യവുമായി ജനങ്ങൾ ഭൂതത്താൻകെട്ട് പെരിയാർ വാലി സബ് ഡിവിഷൻ ഓഫീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പെരുമ്പാവൂർ ഡിവിഷൻ ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും തദ്ദേശവാസികൾ ഭീമ ഹർജി നൽകി. 8 വർഷമായി പൊളിച്ചെടുക്കുകയാണ്. ഓട്ടോറിക്ഷ പോലും അവർക്ക് 50 രൂപ കൂടുതൽ കൊടുത്താലേ അങ്ങോട്ട് ഓട്ടോറിക്ഷ ഉള്ളൂ. സ്കൂൾ ബസ് പോകാൻ പറ്റില്ല. ഭൂതത്താൻകെട്ട് പെരിയാർ വാലി ഇറിഗേഷൻ പദ്ധതിയിലെ 0 പോയിന്റ് മുതൽ ചെമ്മീൻകൂത്ത് വരെയുള്ള കീരമ്പാറ പിണ്ടിമന വില്ലേജിലൂടെ പോകുന്ന മെയിൻ കനാൽ ബണ്ട് റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഭൂതത്താൻകെട്ട് പെരിയാർ വാലി സബ് ഡിവിഷൻ ഓഫീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പെരുമ്പാവൂർ ഡിവിഷൻ ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും തദ്ദേശവാസികൾ ഭീമ ഹർജി നൽകി. കോതമംഗലം താലൂക്ക് പിണ്ടിമന പഞ്ചായത്തിൽ പെരിയാർ വാലി മെയിൻ കനാൽ ബണ്ട് റോഡ് തകർന്നിട്ട് 5 വർഷം കഴിഞ്ഞു. പകുതി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്ന റോഡ് 2023 ഡിസംബറിൽ റോഡ് പണി തുടങ്ങുന്നതിന്റെ ഭാഗമായി ബാക്കി പകുതി കൂടി താറുമാറാക്കിയതിനു ശേഷം ടാറിംഗ് തുടങ്ങാത്തതിനാൽ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി തീർന്നിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു. റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. ഇതിലൂടെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികളായിട്ട് വരുവാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. കട്ടറല്ലേ, ഫുള്ള് കട്ടറല്ലേ, എത്രയും പെട്ടെന്ന് ടാർ ചെയ്യണത്. 10 മാസം മുൻപ് MLA ഉദ്ഘാടനം നിർവഹിച്ച റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2 ദിവസം മാത്രമാണ് നടന്നതെന്നും ഈ റോഡ് നേരിട്ട് ഉപയോഗിക്കുന്ന 300ഓളം കുടുംബങ്ങളെ ഇതുമൂലം ദുരിതത്തിലാക്കിയെന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണവും. ഒരു കൊല്ലത്തോളമായി ഇപ്പൊ നേരത്തെ ടെൻഡറൊക്കെ ആയി കിടക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മള് എയ്ഡ് എടുത്തൊക്കെ പോയി അന്വേഷിച്ചപ്പോ അങ്ങനെയാ കേട്ടെ. പക്ഷെ എന്നിട്ട് ഒരു നടപടിയൊന്നും ഇല്ല. ചെറുകിട വണ്ടികളല്ല, ബൈക്കൊക്കെ പോണെങ്കിൽ തന്നെ ഈ കനാലിന്റെ സൈഡിൽ കൂടെ ആൾക്കാർ പോകുന്നത്, വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു പാളിച്ച പറ്റി കഴിഞ്ഞാൽ വണ്ടി കനാലിൽ കിടക്കും. അനേകം സ്കൂൾ കുട്ടികളടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നും റോഡ് ഉപയോഗിക്കുന്ന 500ഓളം പേരുടെ ഒപ്പുശേഖരണത്തിന് ഡിസംബർ 1 മുതൽ ഷോജി ജോസഫ്, ബിജു പുതുക്കയിൽ, സിറിൽ മാത്യു, ബിജു പുത്തേത്ത് എന്നിവർ നേതൃത്വം നൽകി. ജെയ്മോൻ തോംബ്ര, ജോബി നിരവത്, ജോസ് കാഞ്ഞിരക്കാട്ട്, സജി തോമസ്, ഷോജി, ബിജു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ PVIP അധികാരികൾക്ക് ഭീമ ഹർജി നൽകി. പരാതി അനുഭാവപൂർണ്ണം പരിഗണിക്കാമെന്നും റോഡിന്റെ പണി ദ്രുതഗതിയിൽ പുനരാരംഭിക്കാനുള്ള ശ്രമം ചെയ്യുന്നുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകുകയുണ്ടായി. പരാതിയിന്മേൽ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ തദ്ദേശവാസികളായ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഒപ്പുശേഖരണത്തിന് നേതൃത്വം കൊടുത്ത ഷോജി കണ്ണമ്പുഴ, ബിജു പുത്തേത്ത് എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.